ഫാമിലീസിലെ ചിലരുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഭയങ്കര കാലിബറുള്ള കുട്ടിയാണ്, പക്ഷെ എന്താ പറയുക മക്കളായിട്ടില്ല, ഇനി അവിടെ വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞു. PG പഠിക്കുന്ന ആ ഒരു ടൈം വരെ എൻ്റെ ഉള്ളിൽ പ്ലേഫുൾ ചൈൽഡായിരുന്നു ഏറ്റവും ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നത്. സോ ആഫ്റ്റർ മാരേജ് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ മക്കള് റെസ്പോൺസിബിലിറ്റി ആ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് എൻ്റെ പാരൻസ് പറഞ്ഞു നീ സ്ട്രഗിൾ ചെയ്യണം, നിന്റെ ഹസ്ബൻഡ് നോക്കിയാൽ മതി, നിന്റെ കാര്യങ്ങളൊക്കെ അവൻ നോക്കിയാൽ മതി, നീ മക്കളെ നോക്കി വീട്ടിൽ ഫ്രീ ആയിട്ടൊക്കെ ഇരുന്നാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനായി. സോ ആ സമയത്ത് എനിക്ക് എൻ്റെ പ്ലേഫുൾ ചൈൽഡിലുണ്ടായിരുന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ജോയ്, ആ ഒരു കരേജ്, ഇതൊക്കെ അവിടെ പിടിച്ചു വെക്കപ്പെട്ടു. സോ എന്താ ഒരു ടൈപ്പ് ഓഫ് കൺട്രോൾ അവിടെ വന്നു കഴിഞ്ഞു. സോ ആ സമയത്ത് എനിക്ക് തോന്നി ശരിയാവില്ല. അപ്പൊ ഞാൻ എന്തൊക്കെ ഒരു ടീച്ചർ എന്നുള്ള പ്രൊഫഷനിലേക്ക് കയറിയ സമയത്ത് ഞാൻ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് അവിടെ കയറിയത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടില്ല, പകരം കുറച്ചും കൂടെ ഡിമ്മാവുന്ന ഒരു അവസ്ഥയാണ് വന്നത്. സോ അവിടെ നിന്ന് കിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ജസ്പേഡ് ഇന്റർനാഷണലിനെ കുറിച്ച് കേൾക്കുന്നത്. കേട്ട സമയത്ത് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി, കയറി നോക്കി സൂം അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് തോന്നി ഇത് ഞാൻ പഠിച്ച പല കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാത്രമല്ല എനിക്ക് എന്നെ തന്നെ ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് ഞാൻ ഇതിന്റെ കൂടെ തന്നെ നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തു. ഇപ്പോൾ എൻ്റെ ഉള്ളിലെ പ്ലേഫുൾ ചൈൽഡിനെ എനിക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് എന്താ പറയുക സോഷ്യൽ കണക്ഷൻസ് കുറച്ചും കൂടെ കൂടി എന്ന് തന്നെ പറയണം. ഫ്രണ്ട്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, പല രീതിയിലുള്ള റിലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഒരു ബിസിനസ് ത്രൂ ആ ഒരു സോഷ്യൽ കണക്ഷൻസ് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. സോ അതിനൊരു ബിഗ് താങ്ക്സ് ടു റിഷാദ് സർ.